CPIM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ഇന്നലെ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. 40 വയസ്സിന് താഴെ പ്രായമുള്ള അംഗങ്ങൾ ജില്ലാ കമ്മിറ്റിയിൽ ഇല്ലാത്തത് പാർട്ടിയുടെ വീഴ്ചയാണെന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും CPIM അനുകൂല വോട്ടുകൾ BJPക്ക് പോൾ ചെയ്തതായും റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. റാന്നിയിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി K. അനന്തഗോപൻ അവതരിപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പാണിത്. കഴിഞ്ഞ സമ്മേളന കാലയളവിന് ശേഷം സംസ്ഥാന നേതൃത്വത്തിന്റെ സഹായത്തോടെ അവസാനിപ്പിച്ചുവെന്ന് കരുതിയ വിഭാഗീയ പ്രവർത്തനങ്ങൾ ഇത്തവണ ബ്രാഞ്ച് സമ്മേളന കാലയളവ് മുതൽ തന്നെ ജില്ലയിൽ വീണ്ടും പ്രത്യക്ഷമായത് നേതൃത്വത്തെ ഞെട്ടിച്ചുവെന്ന പരാമർശമാണ് പ്രവർത്തന റിപ്പോർട്ടിലെ ഏറ്റവും ശ്രദ്ധേയ പരാമർശം. ഇതിനു പുറമെയാണ് ജില്ലയിലെ CPIMനുള്ളിൽ നിന്ന് കൊഴിഞ്ഞുപോക്ക് കൂടുന്നതായും ജില്ലാ സെക്രട്ടേറിയറ്റിന് കൂട്ടുത്തരവാദിത്തമില്ല എന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ജില്ലയിൽ BJP നേട്ടമുണ്ടാക്കി തുടങ്ങിയതുമായുള്ള പരാമർശങ്ങളുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നിരവധി CPIM അനുഭവ വോട്ടുകൾ BJPക്ക് അനുകൂലമായി. ഇത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. ജില്ലാ കമ്മിറ്റിയിൽ 40 വയസ്സിന് താഴെ പ്രായമുള്ള ആരുമില്ല. ഇത് സംഘടനാപരമായി CPIMന്റെ വീഴ്ചയാണ്. ഇതിനു പുറമെ നിരവധി കമ്മിറ്റികളിൽ ക്വാറി, മണ്ണ് മാഫിയ ബന്ധമുള്ളവരുണ്ട്. എന്നാൽ അത്തരം കമ്മിറ്റികൾ ആരോപണ വിധേയരെ സംരക്ഷിക്കുകയാണ്. CPIM നടപടിയെടുത്ത് പുറത്താക്കുന്നവരെ CPI അംഗത്വം നൽകി സ്വീകരിക്കുന്നത് ശരിയല്ല. പല സ്ഥലങ്ങളിലും BJPയുമായും കോൺഗ്രസുമായും ചേർന്നാണ് CPI പ്രവർത്തിക്കുന്നത്. ഇത് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിന് എതിരാണ്. കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം പാർട്ടിയിൽ കൊഴിഞ്ഞുപോക്ക് വർദ്ധിച്ചു. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് 23 ലക്ഷം രൂപ കാണാതായ സംഭവം കൂട്ടുത്തരവാദിത്തമില്ലായ്മയുടെ തെളിവാണെന്നും റിപ്പോർട്ട് പരാമർശിക്കുന്നു. ഇന്നലെ സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള പൊതുചർച്ച ഇന്നും തുടരും. ഇതിനുശേഷമാകും സംസ്ഥാന നേതൃത്വം ഇക്കാര്യങ്ങളിൽ മറുപടി നൽകുക. ശ്യാംകുമാർ, റിപ്പോർട്ടർ, പത്തനംതിട്ട.